നീ എൻ സ്വന്തം ഭാഗം 54. ഇവിടെ വെച്ചാണ് അവർ രണ്ടുപേരും പ്രണയിച്ചതെന്നും ഒരുമിച്ചത് എന്നും പറയപ്പെടുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഗന്ധർവനെ ഇവിടെ നിന്നും മാറ്റുകയും യക്ഷിയമ്മ ഇവിടെ കുടികൊള്ളുകയും ചെയ്തു എന്നും പറയുന്നു. എന്നാലും ഗന്ധർവനും യക്ഷിയമ്മയും ഇവിടെ തന്നെ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് അവിടെ നിന്നും ഇവിടേക്ക് കൊണ്ടുവരും. ഒരാഴ്ചക്കാലം ഗന്ധർവനും യക്ഷിയമ്മയ്ക്കും ഇവിടെ ഒരുമിച്ച് വസിക്കാം. അതിനുശേഷം തിരിച്ച് ഗന്ധർവനെ ആ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകും. ശ്രീദേവ് പറഞ്ഞു. ദക്ഷ, നീ പറഞ്ഞില്ലേ നിനക്ക് എന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്? അത് ഈ ഗന്ധർവ ക്ഷേത്രത്തിൽ വെച്ചാണെന്ന്, അതിന് പറ്റിയ സ്ഥലം ഇവിടെയാണെന്ന്. ഗന്ധർവനും യക്ഷിയമ്മയും പരസ്പരം കണ്ട് പ്രണയത്തിലായി. അവർ ഒരുമിക്കുന്ന സ്ഥലം അത് ഇവിടെയാണ്. പലപ്പോഴും അവർ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നതും ഇവിടെ വെച്ചാണ്. ഇവിടുത്തെ ഒരു പുൽക്കൊടികൾക്കും ഇവിടുത്തെ കൽത്തൂണുകൾക്കും ഈ കൽപ്പടവുകൾക്കും, എന്തിന് ആ കാണുന്ന പാലമരത്തിനും ഉണ്ടാകും അവരുടെ പ്രണയ കഥകൾ പറയാൻ. ശ്രീദേവ് പറഞ്ഞു. ശ്രീദേവ് പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടെ കേട്ടു നിൽക്കുകയായിരുന്നു ദക്ഷ. പിന്നെ തനിക്കറിയാവോ ഈ യക്ഷിയമ്മ എന്ന് പറയുന്നത് ആരാണെന്ന്? ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് അമ്പലത്തിന് ചുറ്റും നടക്കാൻ തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ തറവാട് ഒരു നാലുകെട്ട് തറവാടായിരുന്നു. തറവാട്ടിലെ കാരണവർക്ക് 4 പെൺമക്കളായിരുന്നു. അവരിൽ മൂത്തവളായിരുന്നു പാർവതി. നാട്യകലകളിലും ചിത്രകലകളിലും എല്ലാം വൈദഗ്ധ്യയായിരുന്നു അവൾ. ആ തറവാട്ടിലെ മുത്തശ്ശിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു പാർവതി. പാർവതിക്ക് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്ന പുരാണ കഥകളിലൂടെ അവളുടെ മനസ്സിൽ ഗന്ധർവസ്ഥാനം ഉറപ്പിച്ചു. ഒരിക്കൽ അവൾ തൻ്റെ കൗമാരത്തിൽ തൻ്റെ മനസ്സിൽ സങ്കല്പിച്ച ഗന്ധർവൻ്റെ ഒരു ചിത്രം വരച്ചു. ജീവൻ തുടിക്കുന്ന അപൂർവമായ ഒരു സൃഷ്ടിയായിരുന്നു അത്. പാർവതി സദാസമയവും ഈ ചിത്രത്തിനടുത്തായിരുന്നു. കേവലം ഒരു ചിത്രമായിരുന്നില്ല അവൾക്ക്, തൻ്റെ പ്രാണനായിരുന്നു. അവൾ ഊണിലും ഉറക്കത്തിലും ഗന്ധർവൻ എന്ന സങ്കല്പ ലോകത്തിലായിരുന്നു. കാലങ്ങൾ കടന്നുപോയി. അവളുടെ സഹോദരിമാരുടെ എല്ലാം വിവാഹം കഴിഞ്ഞു. ശേഷം പാർവതിയുടെ മാതാപിതാക്കളും മരണപ്പെട്ടു. ഏകയായി ആ തറവാട്ടിൽ അവൾ. എന്നാൽ അവൾ ഏകയായിരുന്നില്ല. അവൾ ഗന്ധർവനുമായിട്ട് ആ തറവാട്ടിൽ വാഴുകയായിരുന്നു. നൃത്തവും മധുര സംഭാഷണങ്ങളും കൊണ്ട് അവളുടെ രാത്രികൾ പ്രണയ സുരഭിലമായിരുന്നു. അവളുടെ സഹോദരിമാരും അവളുടെ ചേഷ്ടകളിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. അവൾക്ക് ചിത്രഭ്രമം ബാധിച്ചിരിക്കുന്നു, പൂട്ടിയിടണം എന്നുമായി സംസാരം. അങ്ങനെ ദേവകിയും അവളുടെ ഗന്ധർവൻ്റെ സൃഷ്ടിയും ഒരു മുറിയിൽ അടക്കപ്പെട്ടു. ദിവസങ്ങളോളമാണ് അടക്കപ്പെട്ടത്. പക്ഷേ അവളെ അത് യാതൊരു തരത്തിലും ബാധിച്ചിരുന്നില്ല. ഗന്ധർവൻ എന്ന നിത്യ യൗവനം അവളിൽ തുടിക്കുന്നുണ്ടായിരുന്നു. ജരാനരകളോ ശരീരത്തിൽ പ്രായത്തിൻ്റെതായ ചുളിവുകളോ അവശതകളോ അവളെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ഒരിക്കൽ മഴയുള്ള ഒരു യാത്രയിൽ അവളുടെ സങ്കല്പം യാഥാർത്ഥ്യമായി. പാലപ്പൂവിൻ്റെ ഗന്ധം എങ്ങും വീശുന്നു. വിദൂരതയിൽ നിന്നും കേൾക്കുന്ന മധുരമായ വീണാനാദങ്ങൾ അവൾ കേട്ടു. അടച്ചിട്ട വാതില് താനെ തുറന്നു. അവൾക്കായി പ്രകൃതി മഴയെ മാറ്റി നിർത്തി. പൗർണമി നിലാവിൻ്റെ സൗന്ദര്യം എങ്ങും പ്രവഹിച്ചു. അവൾ മെല്ലെ ആ വീണാനാദം ലക്ഷ്യമാക്കി മുന്നോട്ട് സഞ്ചരിച്ചു. മുത്തശ്ശി പറയാറുള്ള നാഗക്കാവിലെ ഗന്ധർവ പാലയ്ക്ക് സമീപം അവൾ എത്തിച്ചേർന്നു. വശ്യമായ പാലപ്പൂവിൻ്റെ ഗന്ധം അവളുടെ ഉത്കണ്ഠ വർദ്ധിപ്പിച്ചു. പായൽ പതിച്ചു കിടക്കുന്ന നാഗത്തറയിൽ കാറ്റിനെ വകവയ്ക്കാതെ പ്രണയബദ്ധിതരായ പച്ചപ്പുൽച്ചാടികളെയും ചിത്രശലഭങ്ങളെയും കണ്ട് ലജ്ജയാൽ അനുരാഗപുളകിതയായി. എവിടെ നിന്നോ അശരീരി അവളുടെ ശ്രദ്ധ ആകർഷിച്ചു. അത് അവൾ അത്രയും നാൾ കാണാൻ ആഗ്രഹിച്ച ഗന്ധർവനായിരുന്നു. പിന്നീട് ആരും അവളെ കണ്ടിട്ടില്ല. അവളെ അവൻ ഗന്ധർവ ലോകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകും എന്ന് തോന്നി എല്ലാവർക്കും. പക്ഷെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ തറവാട്ടിൽ താമസിക്കാൻ വന്ന തലമുറകൾക്ക് ഗന്ധർവ സാമീപ്യം അനുഭവപ്പെടാൻ തുടങ്ങി. അമാവാസി ദിവസങ്ങളിലും പൗർണമി നിലാവുള്ള ദിവസങ്ങളിലും വീണാനാദം
അവർ കേട്ടു തുടങ്ങി. ത്രിസന്ധ്യ സമയങ്ങളിൽ പാലപ്പൂ മണം അവിടെ പതിവായി, കൂടെ ദോഷങ്ങളും. ഒടുവിൽ ഒരു പ്രഗത്ഭനായ ജ്യോത്സ്യൻ്റെ സഹായത്തോടുകൂടി പ്രശ്നം വെച്ച് ഗന്ധർവ ചൈതന്യത്തെ ആ ഇല്ലത്ത് നിന്ന് മാറ്റപ്പെട്ടു. മാത്രമല്ല, അവിടെ നിന്ന് കാണാതായ പാർവതിയെ യക്ഷിയമ്മയായും കുടിയിരുത്തി. അതിനുശേഷമാണ് നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ഇനി മുത്തശ്ശി പറഞ്ഞ മറ്റൊരു കഥ കൂടിയുണ്ട്. ഇതിൽ ഏതാണ് സത്യം എന്ന് ആർക്കും അറിയില്ല. എന്നോട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ കഥ പറഞ്ഞു തന്നത് വലിയ മുത്തശ്ശിയാണ്. ശ്രീദേവ് പറയുന്ന കഥയെല്ലാം കേട്ട് ചുറ്റും നോക്കിക്കൊണ്ട് നടന്ന ദക്ഷ അത്ഭുതത്തോടെയാണ് അവൻ പറഞ്ഞ ആ കഥ മുഴുവനും കേട്ടത്. അവൻ പറഞ്ഞു കഴിഞ്ഞതും ശ്രീദേവ് അവളുടെ കയ്യിൽ പിടിച്ച് അവിടെ നിർത്തി. എനിക്ക് ഈ കഥ വിശ്വസിക്കാനാണ് ഇഷ്ടം. ഞാൻ വിശ്വസിക്കുന്നതും ഈ കഥയാണ്. നീയും ഇത് തന്നെ വിശ്വസിച്ചാൽ മതി, അവൻ പറഞ്ഞു. പ്രണയിച്ച പുരുഷനെ കാത്തിരുന്ന പാർവതിയാണ് എനിക്കിഷ്ടം. വീട്ടുകാരും നാട്ടുകാരും പലതും പറഞ്ഞിട്ടും, ഒരു മുറിയിൽ അടച്ചിട്ടിട്ടും ഒറ്റപ്പെടുത്തിയിട്ടും അതൊന്നും കാര്യമാക്കാതെ തൻ്റെ പ്രണയത്തെ കാത്തിരുന്ന പാർവതി. അവൾക്കായി ഭൂമിയിലേക്ക് വന്ന ഗന്ധർവൻ. തിരിച്ചു പോക്കില്ലാതെ അവളെ കാത്തിരുന്ന ഗന്ധർവൻ. വർഷത്തിൽ ഒരാഴ്ചക്കാലം മാത്രം തമ്മിൽ കൂടിക്കാഴ്ച അനുവദിച്ചിരിക്കുന്ന രണ്ടു പേർക്കും അതിൽ അവർ തൃപ്തരാണ്. പക്ഷേ നിന്റെ ഈ ഗന്ധർവൻ നിന്നെ പിരിഞ്ഞിരിക്കില്ല, തനിച്ചാക്കില്ല. ശ്രീദേവ് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതും അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുകളുമായി ഉടക്കി. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. പ്രോമിസ് ചെയ്തുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു. ദക്ഷ, ഇവിടെ വെച്ച് എനിക്ക് വാക്കുതാ, നീ എന്നെ വിട്ടു പോകില്ല എന്ന്, എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. പാർവതിയെപ്പോലെ ദക്ഷിണ അവളുടെ പ്രണയത്തിനായി പ്രാണനായി കാത്തിരിക്കുമെന്ന്. അവളുടെ കണ്ണിൽ നോക്കി ചോദിക്കുന്ന അവനെ കണ്ടില്ല എന്ന് വയ്ക്കാൻ അവൾക്കായില്ല. വാക്ക് തരാം, പക്ഷേ എനിക്ക് പകരം എന്തു തരും? അവൾ ചോദിച്ചു. അവൾ ചോദിച്ചതും അവളുടെ അരയിലെ അവൻ്റെ പിടിയുടെ മുറുക്കം കൂടി. എന്തു വേണം നിനക്ക്? നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും. ഈ പ്രണയ ജോഡികളെ സാക്ഷിയാക്കിയാണ് ഞാൻ വാക്ക് തരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ണുകളിൽ നോക്കിയാണ് നിൽക്കുന്നത്. കണ്ണുകൾ ഒന്ന് ചിമ്മാതെ രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം കോർത്തു. പറയ്, എന്താ എന്താ നിനക്ക് വേണ്ടത്? അവൻ ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞില്ലേ, ഗന്ധർവലോകത്തേക്ക് ഒരു തിരിച്ചുപോക്കില്ലാതെ ഇവിടെ പാർവതിക്ക് വേണ്ടി ജീവിച്ച ഈ ഗന്ധർവനെ പോലെ എൻ്റെ കൂടെ ഉണ്ടാകുമോ എന്നും അവൾ ചോദിച്ചു. ഉണ്ടാകും. അവളുടെ ആ ചോദ്യം കേട്ട് ശ്രീദേവിൻ്റെ കണ്ണുകൾ വിടർന്നു. അവൻ അവൾക്ക് വാക്കുകൊടുത്തു. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ? പറയണ്ട, അറിയാം. നീ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് നിൻ്റെ കണ്ണുകളിൽ പറയുമ്പോൾ മറ്റൊരു ഭാവം കൂടി നിനക്കുണ്ടായിരുന്നു. ഞാൻ നിൻ്റെയാണ് എന്നുള്ളൊരു ഭാവം, നിന്നിൽ ഒരു സ്വാർത്ഥത. അത് ഞാൻ ഈ കണ്ണുകളിൽ നിന്നും മനസ്സിലാക്കുന്നുണ്ട്. ആ സ്വാർത്ഥത നിനക്ക് മാത്രമല്ല എനിക്കുമുണ്ട്. നീ എൻ്റേതാണ് എന്നുള്ള ആ സ്വാർത്ഥത. പക്ഷേ ദക്ഷ, എൻ്റെ ജോലി, ഞാനൊരു നടനാണോ എന്നൊന്നും നോക്കണ്ട. ഞാൻ ചെയ്യുന്നത് ഒരു ജോലിയാണ്. ജോലിക്ക് ശമ്പളം വാങ്ങുന്നു. പക്ഷേ ഈ ജോലിയുടെ പിന്നിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് മാത്രം. നീ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ഒരുമിച്ചുള്ള ഒരുപാട് നിമിഷങ്ങൾ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുമെന്ന് തോന്നും. നിനക്ക് എൻ്റെ ഒപ്പം എൻ്റെ കൈ പിടിച്ച് പുറത്ത് ഇറങ്ങി നടക്കാൻ പരിമിതികളുണ്ടാകും. പിന്നെ വേറെ ഒരു പരിമിതിയും എനിക്ക് എൻ്റെ ഈ ജോലി കൊണ്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ പരിമിതികളെല്ലാം നിനക്ക് വേണ്ടി ഞാൻ ഇല്ലാതാക്കും. നീ ആഗ്രഹിക്കുന്നത് പോലെ നിൻ്റെ കൈ പിടിച്ച് നിൻ്റെ ഇഷ്ടമുള്ളിടത്തെല്ലാം നമ്മൾ രണ്ടുപേരും നടക്കും. പോരെ? ശ്രീദേവ് അവളുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു. മതി. പിന്നെ മറ്റൊന്നു കൂടിയുണ്ട്. എനിക്കറിയാം. ഞാൻ പറയട്ടെ നീ എന്താ പറയാൻ വന്നത് എന്ന്? ശ്രീദേവ് ചോദിച്ചു. എന്നാ പറയ്, അവൾ പറഞ്ഞു. ഞാൻ മറ്റൊരാളെ,
അതായത് മറ്റൊരു സ്ത്രീയുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ നിനക്ക് ചെറുതായിട്ട് ഒരു വിഷമം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് റൊമാൻറ്റിക് സീനുകൾ, കുറച്ച് ഇൻറ്റിമസി സീനുകൾ കൂടിയാകുമ്പോൾ എൻ്റെ പെണ്ണ് ഇഷ്ടപ്പെടുന്നില്ല അല്ലേ? അത് അഭിനയമാണെന്നും എല്ലാം നിനക്കറിയാം. പക്ഷെ എവിടെയോ, അല്ല ദേ ഇവിടെ എന്ന് പറഞ്ഞ് അവൻ അവളുടെ നെഞ്ചിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഒരു വേദന അല്ലേ? അവൻ ചോദിച്ചതും അവൾ പതിയെ തലയണക്കി. അതെ, എൻ്റെയല്ലേ, എൻ്റെ മാത്രം. അപ്പോൾ അപ്പോൾ എന്തിനാ മറ്റൊരാളെ തൊടുന്നേ? അവൾ ചോദിച്ചു. അത് കേട്ട് ശ്രീദേവ് പുഞ്ചിരിച്ചുകൊണ്ട് അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ കൂടെ അഭിനയിക്കുന്ന നായികന്മാരെ ഒന്ന് ശരിക്കും തൊടുന്നു പോലുമല്ല. എന്തിന്? അത് ചേർത്ത് പിടിക്കുന്നതോ കിസ് ചെയ്യുന്നതോ എല്ലാം നിനക്കറിയില്ലേ എങ്ങനെയാണെന്ന്? പിന്നെ എന്താ? അവൻ ചോദിച്ചു. അറിയില്ല, ഇഷ്ടമാവുന്നില്ല എനിക്ക്. എന്നോട് ഇഷ്ടം പറഞ്ഞ പിന്നെ ഞാൻ എപ്പോഴെങ്കിലും ടി വിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ദേവിൻ്റെ അങ്ങനെയുള്ള സീനുകൾ കാണാനിടയായ എനിക്കെന്തോ വല്ലാത്ത ദേഷ്യം വരുന്നു, അവൾ പറഞ്ഞു. അത് ദേഷ്യമല്ല, എന്നോടുള്ള ഇഷ്ടക്കൂടുതലാണ്, അവൻ പറഞ്ഞു. ആയിക്കോട്ടെ, എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിച്ചോ. പക്ഷേ ഇപ്പോൾ പറഞ്ഞില്ലേ എൻ്റെതേ ഇവിടെ വേദനിക്കുന്നു എന്ന്? സത്യമാണ്, ഇവിടെ വേദനിക്കുകയല്ല, വല്ലാത്തൊരു നീറ്റലാണ്. അന്ന് നമ്മൾ അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോയപ്പോൾ ആ ഒരു സീൻ ഉണ്ടായിരുന്നില്ലേ, അന്ന് ഞാൻ അനുഭവിച്ച പിരിമുറുക്കം അത് എത്രയാണെന്ന് എനിക്ക് പറയാൻ അറിയില്ല ദേവ്, അവൾ പറഞ്ഞു. അവളുടെ ആ ദേവ് എന്നുള്ള വിളി അവനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അവൻ അവളുടെ കണ്ണുകളിൽ നോക്കിയിട്ട് അവളുടെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ദാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അറിഞ്ഞത് ഈ ചുണ്ടുകളുടെ മധുരമായിരിക്കും എന്ന് പറഞ്ഞ് അവൻ പതിയെ അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. പിന്നെ എൻ്റെ ദക്ഷ കൊച്ച് സ്വന്തം ചേച്ചിയോട് ഒന്ന് ചോദിച്ചു നോക്ക്, ശ്രീദേവ് എങ്ങനെയാണ് റൊമാൻറ്റിക് സീനുകൾ അഭിനയിക്കുന്നതെന്ന്. അവൻ പറഞ്ഞതും, അറിയാം, ദേച്ചിച്ചി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദക്ഷ, ഒരു പക്ഷേയില്ല. ഞാനിപ്പോൾ കുറച്ച് മൂവീസിന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് ചെയ്യാമെന്ന്, വാക്ക് കൊടുത്ത് സൈൻ ചെയ്തിട്ടുണ്ട്. അത് കഴിയുന്നത് വരെ എൻ്റെ കൊച്ചൊന്ന് ക്ഷമിക്കുക. എന്നു വെച്ച് ആ സമയം വരെ നിനക്ക് എന്നിൽ നിന്നും ഒരകൽച്ച തരുമെന്നല്ല കേട്ടോ. ഈ നിമിഷം മുതൽ ഈ ഗന്ധർവൻ്റെയും യക്ഷിയമ്മയും പോലെ അവർക്ക് കിട്ടുന്ന ഒരാഴ്ചക്കാലം പോലെയല്ല, ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും ഓരോ ദിവസവും നമ്മൾ പ്രണയിച്ചും പരസ്പരം സ്നേഹിച്ചും ഇടയ്ക്കിടയ്ക്ക് കുറുമ്പുകൾ കാണിച്ചുമെല്ലാം നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ മറ്റൊരു പെണ്ണും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. ബാക്കിയെല്ലാം നിനക്ക് നേരിട്ട് കണ്ട് എൻ്റെ കൂടെ നിൽക്കാം. അപ്പോൾ ഈ കുഞ്ഞി തലയിലേക്ക് പരിഭവങ്ങളും പരാതികളും ഒന്നും കയറില്ല, പോരെ? അവൻ ചോദിച്ചതും അവൾ എന്താണെന്ന് അവനെ വീണ്ടും നോക്കി. മനസ്സിലായല്ലേ? അവൻ ചോദിച്ചു. അവൾ ഇല്ല എന്ന് തലയണക്കി. ഇനി വരുന്ന മൂവീസിലെല്ലാം അങ്ങനെയുള്ള സീനുകൾ ഉണ്ടാകുമ്പോൾ എൻ്റെ ഒപ്പം കൂടിക്കോ, അപ്പോൾ അറിയാലോ എങ്ങനെയാണെന്ന്. അവൻ പറഞ്ഞതും, അയ്യേ, ഞാനങ്ങനെ ഒരു സംശയരോഗിയൊന്നുമല്ല, എനിക്കറിയാം. പക്ഷേ എനിക്ക് എന്നെ ഈ പ്രണയത്തോടെ നോക്കുന്ന കണ്ണുകൾ മറ്റൊരു പെണ്ണിനെ പ്രണയത്തോടെ നോക്കുന്നത് കാണാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടാ. എന്നെ തൊടുന്ന ഈ കൈകൾ മറ്റൊരു പെണ്ണിനെ തൊടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ. എന്നെ ചുംബിക്കുന്ന ഈ ചുണ്ടുകൾ. അവൾ അവൻ്റെ ചുണ്ടിലേക്ക് നോക്കി. പിന്നെ അവളുടെ നോട്ടം അവൻ്റെ കണ്ണിൽ ചെന്നു. ഈ ചുണ്ടുകൾ മറ്റൊരാളെ ചുംബിക്കുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമല്ലാഞ്ഞിട്ടാ, എനിക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ, അവൾ പറഞ്ഞു. അറിയാം, നിന്നേക്കാൾ സ്വാർത്ഥനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മനസ്സിലാകും നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാൻ നീ
ശ്രീദേവ് പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. സത്യമായിട്ടും എനിക്കും ഇനി അങ്ങനെയുള്ള സീനുകൾ അഭിനയിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മിക്കവാറും എൻ്റെ അഭിനയ ജീവിതം ഇവിടെ അവസാനിക്കുമെന്ന് തോന്നുന്നത്, അവൻ പറഞ്ഞു. അതെന്താ? അതെന്താണെന്നോ? ഇപ്പോൾ പറഞ്ഞില്ലേ, മറ്റൊരാളുടെ മുന്നിൽ എനിക്ക് റൊമാൻസ് വരുന്നില്ല. ഇനി എനിക്ക് റൊമാൻസ് വരണമെങ്കിൽ നീ എൻ്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ മുന്നിൽ നീ ആയിരിക്കണം, ശ്രീദേവ് പറഞ്ഞു. അവൻ പറഞ്ഞതും അവരെ രണ്ടുപേരെയും നനച്ചുകൊണ്ട് മഴ പെയ്തു തുടങ്ങി. ഇതെന്താ പെട്ടെന്നൊരു മഴ? അവൾ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ കണ്ണുകളിലേക്കും മുഖത്തേക്കുമെല്ലാം മഴത്തുള്ളികൾ ഉറ്റുവീഴുന്നത് ശ്രീദേവ് പ്രണയത്തോടെ ഒരു പുഞ്ചിരിയോടെ നോക്കി. അയ്യോ, സമയം ഒരുപാടായി തോന്നുന്നു. ചുറ്റും ഇരുട്ടായല്ലോ. ഇനി നമ്മളെങ്ങനെ അങ്ങോട്ട് പോകുന്നേ? അവൾ ചുറ്റും നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. എന്നാൽ ശ്രീദേവിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ ഉടക്കി നിന്നു. പതിയെ പെയ്തു തുടങ്ങിയ മഴ പിന്നീട് ശക്തി പ്രാപിക്കുന്നത് അവർ രണ്ടുപേരും അറിഞ്ഞു. പെട്ടെന്ന് ശ്രീദേവിൻ്റെ നെറ്റിയിലെ മുറിവ് ഓർത്തതും അവൾ ചുറ്റുമൊന്ന് നോക്കി. പിന്നെ അവൻ്റെ കൈ പിടിച്ച് വലിച്ച് ക്ഷേത്രത്തിനടുത്തുള്ള ഒരു കൽമണ്ഡപത്തിലേക്ക് കയറി നിന്നു. അവൾ കൈ പിടിച്ചു കൊണ്ടുപോകുമ്പോഴും ശ്രീദേവ് അവളെ തന്നെ നോക്കുകയായിരുന്നു. ഇതെന്താ ഇങ്ങനെ നോക്കുന്നേ? അവിടെ ചെന്ന് നിന്നതും അവൾ ചോദിച്ചു. അറിയില്ല, ഈ ഗന്ധർവൻ ഈ പെണ്ണിൽ അടിമപ്പെട്ടു പോകുന്നു എന്നൊരു തോന്നൽ, ശ്രീദേവ് പറഞ്ഞതും അവളുടെ മുഖത്ത് വെപ്രാളം നിറഞ്ഞു. അവൾ ചുറ്റും നോക്കാൻ തുടങ്ങി. എനിക്ക് പേടിയാവുന്നുണ്ട്. ഇരുട്ട് വീണു തുടങ്ങി. ഇനി എങ്ങനെ അങ്ങോട്ട് പോവാ? അവൾ ചോദിച്ചു. ഞാനില്ലേ നിൻ്റെ കൂടെ. പിന്നെ എന്തിനാ പേടിക്കുന്നേ? അവൻ ചോദിക്കുമ്പോഴെല്ലാം അവൻ്റെ നോട്ടത്തിൽ വല്ലാത്തൊരു മാറ്റം അവൾക്ക് തോന്നി. എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? അവൾ ചോദിച്ചു. എന്താ, പേടി തോന്നുന്നുണ്ടോ? അവൻ വീണ്ടും ആർദ്രമായി അവളിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ശബ്ദത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. അത് രാവിലെ തന്നെ വോയിസ് കൊടുക്കുകയാണേ. അപ്പോൾ എഴുന്നേറ്റപ്പോൾ തന്നെ വോയിസ് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ചേഞ്ചാണ്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകും, അതിനു മുമ്പ് വേഗം കൊടുക്കുന്നതാണ്. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.